സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന്റെ 25ാം വാർഷികത്തിലേക്ക് ലോകമടുക്കുമ്പോൾ അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെയും നയതന്ത്രജ്ഞരെയും ഒരുപോലെ വലിയ ഭീതിയിലാഴ്ത്തുന്ന പുതിയൊരു ഭീഷണിയുടെ സൂചനകൾ പുറത്തുവരികയാണ്. തട്ടിയെടുത്ത യാത്രാ വിമാനങ്ങൾക്ക് പകരം ഡിജിറ്റൽ ലോകത്തെ സൈബർ ആയുധങ്ങൾ ഉപയോഗിച്ച് അടുത്തൊരു 9/11 മോഡൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ എന്ന നിർണായക ചോദ്യമാണ് ഇപ്പോൾ US ജനപ്രതിനിധി സഭയുടെ ഇന്റലിജൻസ് കമ്മിറ്റിക്ക് മുൻപിൽ ഉയർന്നിരിക്കുന്നത്. അബോധപൂർവമായ ഈ പുതിയ സുരക്ഷാ വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന പ്രത്യേക ജനപ്രതിനിധി സഭാ സമിതിയുടെ ഹിയറിംഗിലാണ് ആഗോളതലത്തിൽ വൻ പ്രകമ്പനമുണ്ടാക്കിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേശീയ സുരക്ഷാ വിദഗ്ധരും സമിതിക്ക് മുന്നിൽ ഹാജരായി സംസാരിക്കവേ പരമ്പരാഗത ഭീകരവാദ രീതികളിൽ നിന്നും മാറി ലോകം ഡിജിറ്റൽ തലമുറകളിലേക്ക് മാറിയതിനെ കുറിച്ച് താക്കീത് നൽകി. ചൈന വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സൈബർ ശേഷിയും കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗവും വിപുലമായ ചാരപ്രവർത്തനങ്ങളുമാണ് അമേരിക്കൻ പരമാധികാരത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. 2001 അൽ-ഖ്വയ്ദ ആക്രമണങ്ങൾക്ക് ശേഷം രാജ്യം പിന്തുടരുന്ന പരമ്പരാഗത ഭീകരവിരുദ്ധ പ്രതിരോധ രീതികൾ പുനഃപരിശോധിക്കാനും വലിയ മാറ്റങ്ങൾ വരുത്താനും സമയമായെന്ന് വിദഗ്ധർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ചൈനീസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹാക്കിംഗ് ഗ്രൂപ്പുകളും ചാരസംഘടനകളും അമേരിക്കയുടെ നിർണായക ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്ക് കടന്നുകയറാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊർജ്ജ ശൃംഖലകൾ, ജലവിതരണ സംവിധാനങ്ങൾ, ബാങ്കിംഗ് മേഖല, സൈനിക കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ എന്നിവയെ ഡിജിറ്റലായി തളർത്താൻ ചൈനയ്ക്ക് സാധിച്ചാൽ അതൊരു ഭൗതിക സ്ഫോടനത്തെക്കാൾ വലിയ പ്രഹരമായിരിക്കും രാജ്യത്തിന് നൽകുക. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വിമാനങ്ങൾ വന്ന് കെട്ടിടങ്ങളിൽ ഇടിച്ചു കയറിയ 9/11 ദുരന്തത്തിന് സമാനമായി ഒരു ബട്ടൺ അമർത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും പൂർണ്ണമായി നിശ്ചലമാക്കാൻ ആധുനിക സൈബർ ആക്രമണങ്ങൾക്ക് സാധിക്കും. ഇത്തരം ഡിജിറ്റൽ ആക്രമണങ്ങൾ തിരിച്ചറിയാനോ തടയാനോ പലപ്പോഴും വൈകുന്നു എന്നത് പ്രത്യാഘാതങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗത യുദ്ധമുറകളിൽ എതിരാളികളുടെ സൈന്യത്തെയും ആയുധങ്ങളെയും നേരിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ സൈബർ ലോകത്ത് ആക്രമണകാരി ആരെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. കൃത്രിമ ബുദ്ധിയുടെ വേഗത്തിലുള്ള വളർച്ച ഈ ഭീഷണിയുടെ വ്യാപ്തി ഇരട്ടിയാക്കിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളിലെ വിള്ളലുകൾ അതിവേഗം കണ്ടെത്തുന്നതിനും തടസ്സമില്ലാത്ത രീതിയിൽ ഹാക്കിംഗ് നടത്തുന്നതിനും AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ശൃംഖലകൾ ഇപ്പോഴും പഴയകാല ഭീകരവിരുദ്ധ തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വലിയൊരു അപകടത്തിന് വഴിവെക്കുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യൻ ഭീകര സംഘടനകളെ നിരീക്ഷിക്കാനും തടയാനും രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾക്ക് ചൈനയെ പോലുള്ള ഒരു വൻ ശക്തി നടത്തുന്ന ഡിജിറ്റൽ സൈബർ നീക്കങ്ങളെ ചെറുക്കാൻ പൂർണ്ണമായി സാധിച്ചെന്ന് വരില്ല. ചൈനയുടെ ഇത്തരം സാങ്കേതിക കുതിച്ചുചാട്ടം കേവലം സൈനിക മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികളുടെ രഹസ്യങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ഗവൺമെന്റ് ഡാറ്റകൾ എന്നിവ ചോർത്തുന്നതിലൂടെ യുഎസിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ തോണ്ടാനാണ് ബെയ്ജിംഗ് ശ്രമിക്കുന്നത്. ജനപ്രതിനിധി സഭയിലെ ചർച്ചകൾ വെളിപ്പെടുത്തുന്നത് ആധുനിക യുദ്ധങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയാനകമായ ചിത്രമാണ്. ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ കാലുകുത്താതെ തന്നെ, അവരുടെ ആകാശ അതിർത്തി ലംഘിക്കാതെ തന്നെ ഒരു രാജ്യത്തെ പൂർണ്ണമായും തകർക്കാൻ സൈബർ യുദ്ധമുറകൾക്ക് കഴിയും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ US ഭരണകൂടത്തിന് മേൽ സഭാംഗങ്ങളുടെ കടുത്ത സമ്മർദ്ദമുണ്ട്. ബെയ്ജിംഗിൽ നിന്നുള്ള സൈബർ കടന്നുകയറ്റങ്ങളെ വെറുമൊരു നിരീക്ഷണ ലംഘനമായി കാണാതെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ സാങ്കേതിക വിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഈ ഭീഷണികളെ പൂർണ്ണമായും പ്രതിരോധിക്കുക എന്നത് വാഷിംഗ്ടണിന് വലിയ വെല്ലുവിളിയാണ്. അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം രഹസ്യ നീക്കങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കും. സെപ്റ്റംബർ 11 അതിദാരുണമായ ഒരു ചരിത്ര ഓർമ്മയായി നിലനിൽക്കുമ്പോൾ തന്നെ വരാനിരിക്കുന്ന ഭീഷണി ആകാശത്തു നിന്നല്ല, മറിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ നിന്നായിരിക്കുമെന്ന തിരിച്ചറിവ് അമേരിക്കൻ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാലഹരണപ്പെട്ട സുരക്ഷാ നയങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ഡിജിറ്റൽ യുഗത്തിലെ സൈബർ ഭീഷണികളെ ചെറുക്കാൻ തക്കവണ്ണം US ഇന്റലിജൻസ് സംവിധാനത്തെ സജ്ജമാക്കുക മാത്രമാണ് അമേരിക്കയ്ക്ക് മുൻപുള്ള ഒരേയൊരു വഴി. ചൈനയിൽ നിന്നുള്ള ഈ ഡിജിറ്റൽ ഭീഷണി അമേരിക്കൻ പരമാധികാരത്തിനും ആഗോള സമാധാനത്തിനും ഒരുപോലെ കനത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. സമയബന്ധിതമായി പ്രതിരോധ നയങ്ങൾ മാറ്റിമറിച്ചില്ലെങ്കിൽ ആധുനിക ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം കെട്ടിടങ്ങൾ തകരുന്ന ഒന്നല്ല,
മറിച്ചൊരു രാജ്യത്തിന്റെ ഡിജിറ്റൽ സാമ്രാജ്യം തന്നെ നിമിഷം നേരം കൊണ്ട് തകർന്നടിയുന്ന കാഴ്ചയ്ക്കായിരിക്കും.